എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ തൊട്ടുമുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാ ഞാൻ ഇന്ന് വേദന കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വേദന കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദ് എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെന്തോ വല്ലാത്തൊരു തോന്നലുമ്മ, ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോൾ, ആ മരണവാർത്ത കേട്ടപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി. എല്ലാവരും എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എൻ്റെ വീട്ടിൽ ഏത് കാര്യത്തിനും ഞാൻ ഉണ്ടാകില്ല. എൻ്റെ വാപ്പാട് ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോൾ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാന്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസിയുവിനകത്ത് കിടന്നപ്പോഴാ. ഉമ്മായ്ക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട്, എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടാ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാ. എനിക്കന്ന് അത്ഭുതമായിരുന്നു. അത്രയും പാവമായ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. സിറാജ്, ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ ഉമ്മായിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എൻ്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണം എല്ലാവരും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ.
അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മാടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവനെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കും നല്ല മരണം ലഭിക്കുമ്പോ മരണമെന്ന് പറയുമ്പോ എല്ലാരും ഉസ്താദന്മാരോട് പറയും, ഉസ്താദെ ആക്കിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം. നിനക്കറിയോ ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും? എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയോ? നീ പഠിക്കണം നല്ല മരണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടില് പുഞ്ചിരിയുണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യമാണ് ഒരു നല്ല മരണത്തിന്റെ അടയാളം. ഈ 15 കാര്യം കിഴിക്കൊണ്ടപ്പോഴാ അത് നല്ല മരണം എന്ന് പറയാ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും പറയണേ. എന്ത് യോഗ്യതയാണോ നമുക്കുള്ളത്, എന്തർഹതയാ നമുക്കുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നല്ല മരണം വെറുതെ കിട്ടില്ല. നല്ല മരണം വെറുതെ കിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ചു ഒരുങ്ങിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കഫം തുണിയും എടുത്തുകൊണ്ട് റൂമിന്റെ അകത്ത് കടന്നു വന്നിട്ട് മരിക്കാൻ തയ്യാറായി ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യ ഫാത്തിമാൻ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് വരാൻ. തന്റെ പ്രിയപ്പെട്ട ഫാത്തിമാൻ അടുത്ത് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഞാൻ മരിക്കാൻ പോവാ, നീ എനിക്ക് പൊരുത്തം തരണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണ് നിറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വസിയ്യത്തൊക്കെ കൊടുത്തു. സമയം താമസിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. കാരണം ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എന്നാ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടച്ചേക്ക്. എങ്കിലും നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചേക്ക്. ഫാത്തിമ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്താക്കുന്നേ? നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയം, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയല്ലേ? നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട സമയമല്ലേ? എന്തിനാ എന്നെ റൂമിന്റെ പുറത്തേക്ക് പോകാൻ പറയുന്നത്? ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. നീ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. സ്നേഹമുണ്ടെങ്കിൽ പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ മനസ്സോടെ വെളിയിലിറങ്ങി. വാതിലടച്ചു പെങ്ങള്, വാതിലടച്ചു വാപ്പാ. കണ്ണ് നിറയുകയാണ്. കാരണം ഭർത്താവ് റൂമിന്റെ അകത്ത് മരണത്തോട് മല്ലടിക്കുകയാണ്. ഭാര്യ വാതിലടച്ചിട്ട് പുറത്തു നിൽക്കുകയാണ്. റബ്ബേ, ഫാത്തിമ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരോ ഭർത്താവിനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാണ് പടച്ചവനെ കാണാൻ വരുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കി പെങ്ങള്. അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണും
കാണുന്ന രംഗമെന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന മലക്കുകളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സലാം പറയുകയാണ്. അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കാബുലുൽ അർവാഹ് വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തായാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മരിക്കാൻ പോവുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് റബ്ബേ മരിക്കുന്നത്? എങ്ങനെയാണ് റബ്ബേ? കാണാനുള്ള ആഗ്രഹം കൊണ്ട് അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. വാപ്പാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നിട്ടല്ല, മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ അവിടുന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. ഓതിയ ആയത്തേതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത് അവിടുന്ന് ഓതുകയാണ്. വാതിലിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ടവൾ ഒളിഞ്ഞു നോക്കുന്നത് കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കാണുകയാണ്. ആ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല, നല്ല മരണം വെറുതെ കിട്ടൂല. ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയോ? വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. പെങ്ങളെ, അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ നല്ല മരണം തരാ. നിന്റെ രഹസ്യത്തിലും നിന്റെ പരസ്യത്തിലും ഏത് കാര്യത്തിലും നീ അല്ലാഹുവിനെ ഭയക്കുന്നവളാകോ. എല്ലാരോടും പറയുന്നു, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആനിന്റെ ആയത്തോതിയിട്ട് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിന്റെ അകത്തനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നു. റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയപ്പോ എന്തൊരു പ്രകാശമെന്നറിയോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തെന്ത് പ്രകാശമെന്നറിയോ. എന്തൊരു ചിരിയാണെന്നറിയോ, എന്തൊരു ചിരിയാണെന്നറിയോ. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ
വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. ഇന്ന് വാസിയാടോ, എവിടെ നോക്കിയാലും പടച്ചവനെ വലിയ വലിയ ഫ്ലെക്സുകളാണ്. ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി മത്സരത്തിന്റെ ഫ്ലെക്സ് വെക്കുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും പറഞ്ഞാ തമ്മിലടിക്കുന്നവരല്ലേ. വാസിയല്ലേടാ മോനെ, എല്ലാവർക്കും വാസിയല്ലേ, പരാജയപ്പെടുത്താനുള്ള മനസ്സല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വാസി കാണിക്കേണ്ടത് അതിനല്ലടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും പറയുകയാ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, ചങ്കൂറ്റമുണ്ടെങ്കിലോ പാരതാ നീ പ്രതികാരം ചെയ്യണം. ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? അതാ കവി പറയുകയാ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. പെങ്ങളെ, പ്രസവത്തിനു മരണവേദനയാണ്. ഏതു വേദന സഹിച്ചിട്ടാണ് നീ പ്രസവിച്ചതെങ്കിലും എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ കുഞ്ഞിനെ നീ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിച്ചില്ലേ ഉമ്മ? സ്വന്തം മകനെ കണ്ടപ്പോ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നീ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവളാ. അതാ ലേബർ റൂമിന്റെ ഫ്രണ്ടിലൂടെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് നടന്ന നീയോ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതില് തുറന്നിട്ട് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാ മോനാ മോളാ കാണിച്ചപ്പോ ചിരിച്ചില്ലേ വാപ്പാ? എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചടോ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. എടാ ചെറുപ്പക്കാരാ, നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കി നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, സാക്ഷാൽ ഇബ്ലീസ് പോലും ചിരിച്ചടാ. ആ സമയത്തു നീ കരഞ്ഞവനാട്. അതുകൊണ്ട് എന്റെ മുസ്ലിമിനോട് പറയുകയാ, നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. അത് ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയിട്ടല്ല, വാപ്പാന്റെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല. പിന്നെങ്ങനാ പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഈ കാണുന്ന പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാക്കുന്നു. അവസാനം നിന്നെ എടുത്തുകൊണ്ട് പോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, നജസ്സുകൾ കഴുകി വൃത്തിയാക്കി, നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാണ്. സുഗന്ധമിട്ട വെള്ളം ഒടിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഒന്നുപടിപ്പിക്കുകയാണ്. തുടച്ചു വൃത്തിയാക്കുകയാണ്. അല്ലാ, അവസാനം 3 കഷ്ടം തുണിയിലോ ഒരു വെള്ള തുണിയിൽ പൊതിയുകയാണ്. കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാണ്. വീടിന്റെ അകത്ത് വല്ലാത്ത തിരക്കാണ്. എല്ലാരും ഒന്ന് മാറി നിൽക്കൂ, എല്ലാരും ഒന്ന് മാറി നിൽക്കൂ. മയ്യത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. ഏത് തിരക്കുള്ള വീട്ടിലും ജനങ്ങൾ മുഴുവനും മാറുകയാണ്. എല്ലാവരും മാറി നിൽക്കുമ്പോ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ ജനാസ കിടത്തുകയാ. അല്ലാ, ഒരു നാട് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോഴാരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ.
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ മൂക്കിലേക്ക് പഞ്ഞി വെച്ചോ, ജനാസ പൊതിയുകയാണ്, ജനാസ പൊതിയുകയാണ്. എന്നിട്ട് അവസാനം നിന്നെ കാണാൻ അനുവാദം കൊടുക്കുകയാ. മോനെ, നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുമടാ ചെറുപ്പക്കാരാ. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. വീട്ടുകാര് മുഴുവനും കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പിറപ്പ് കരയുന്നുണ്ട്, കൂട്ടുകാര് നിലവിളിക്കുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കരയുകയാണ്. വീടിന്റെ അകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുകയാണ്. അല്ലാഹുവേ, ആ ജനാസ എടുക്കാൻ സമയമാകുമ്പോ ആരോ പറയുന്നുണ്ട്, ഉമ്മാനെ ഒന്ന് കാണിക്കാറ്, ഉമ്മാനെ ഒന്ന് കാണിക്കാറ്, ഉപ്പാനെ ഒന്ന് കാണിക്കാറ്. നിന്റെ ഉമ്മാനെ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ്, നിന്റെ ഉപ്പാനെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ്. നിന്റെ ജനാസ കാണാറ്. റബ്ബേ, ആ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ചിരിക്കണമടാ ചെറുപ്പക്കാരാ. വജ്ഹദിലി നഫ്സിക വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉമ്മ വല്ലാതെ കരയുന്നുണ്ട്, ഉപ്പ കരയുന്നുണ്ട്, കൂടപ്പുറപ്പ് കരയുന്നുണ്ട്. എല്ലാരും കരയുമ്പോ ചോദിക്കണം, ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു, എൻ്റെ മുഖത്ത് നോക്ക്. എന്തൊരു പ്രകാശം, എന്തൊരു പുഞ്ചിരി. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ. മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്നും മയ്യത്ത് കാണുന്നവര് പറയുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ചവനെ ഭയന്ന് ജീവിച്ച അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ മരണവാർത്ത അറിഞ്ഞിട്ടും ഒരുപാട് പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന നമ്മെ നിരാശപ്പെടുത്താതെ ഇത്രയും സമയം നമുക്ക് വേണ്ടി നാല് പറഞ്ഞു തന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്ത ഉസ്താദുകളുടെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ഒരു 11 ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഉസ്താദ് അവറുകൾ ദീർഘമായി ദുആ ചെയ്തു തരുമായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മ ഇവിടെ മയ്യത്തായി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് വളരെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ആരും മുസാഫഹത്ത് ചെയ്ത് വൈതരസ്ഥുണ്ടാക്കി ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും അവിടെ ഇരിക്കുക, അതാണ് പൊരുത്തം. എല്ലാവരും അവിടെ ഇരിക്കുക, എല്ലാവരും സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുക. ഒരു ഫാത്തിഹയും ഒരു 11 തഹ്ലീലും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ആത്മാർത്ഥമായി ഒരു 11 ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹ്, ഒരു 11 ദിക്ർ ഈ സദസ്സിന് ചൊല്ലിയാൽ അതൊന്ന് ടോട്ടൽ ചെയ്താൽ എത്ര ഉണ്ടാവും? അതാണ് നമ്മുടെ കാസിമി ഉസ്താദിനെ കൊണ്ട് കാസിമി ഉസ്താദിന്റെ ഉമ്മാക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളെല്ലാവരോടും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്, ഒരു പൊന്നു മോനെ ആലിമും ഹാഫിളും ആക്കിയ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ അനുഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആരാക്കിയിട്ടും കാര്യമില്ല, ഡോക്ടർ ആക്കിയിട്ട് കാര്യമില്ല, എഞ്ചിനീയർ ആക്കിയിട്ട് കാര്യം. ഈ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ ആലിമും ഹാഫിളും ഒക്കെ ആക്കുക. അത് നിങ്ങൾ നിയത്തായിക്കോ, ഈ സദസ്സിൽ വെച്ച് നിയത്തായിക്കോ. ഗർഭിണികളായ സ്ത്രീകളുണ്ട്, വിവാഹം കഴിക്കാനുള്ള സ്ത്രീകളുണ്ട്, വിവാഹം കഴിച്ച് മക്കളെ പ്രതീക്ഷിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് മനസ്സ് കരുതി നിയത്തായിക്കോ. മറിയം ബീവി നിയത്താക്കിയതുപോലെ ഇൻഷാ അല്ലാഹ് ഇതാ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിനേക്കാളും വലുത് ദുനിയാവിലൊന്നുമില്ല, ആഖിറത്തിലുമില്ല. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഈ കലിമ ചൊല്ലി മരിക്കാൻ നമുക്കിനി തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا الله، മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഈ വെള്ളിയാഴ്ച രാവ് മഹാനായ ശൈഖ് അവരുടെ ഹദ്റത്തിൽ ഒരുമിച്ചുകൂടി നാം അസ്ർ നിസ്കാരം മുതൽ ഈ സമയം വരെ ചെയ്തതും ചൊല്ലിയതും പറഞ്ഞതും ആമീൻ പറഞ്ഞതും മനസ്സിൽ നിയത്താക്കിയതും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനവരവരുടെ വസീലയിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. സർവ അംബിയ ഔലിയാക്കന്മാരുടെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ ദിവസമാക്കണേ അല്ലാഹ്, ഏറ്റവും സന്തോഷകരമായ ദിവസമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, പാപമുക്തി നൽകണേ അല്ലാഹ്. നിഷ്ഠജീവിതം നിന്റെ താഅത്തിലായി നിന്റെ റിളയിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നാം ഓതിയ ഖുർആൻ സൂറകളും നാം ചൊല്ലിയ ദിക്റുകളും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോ ഖബറാളികളിലേക്കും നീ എത്തിക്കണേ റബ്ബേ. ഈ സ്റ്റേജിലും ഈ വേദിയിലും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ
ഉമ്മ മരണപ്പെട്ടവരാണ്, ഉപ്പ മരണപ്പെട്ടവരാണ്, ജ്യേഷ്ഠത്തിയും ജ്യേഷ്ഠനും മരണപ്പെട്ടവരാണ്, മക്കള് മരണപ്പെട്ടവരാണ്, വല്യമ്മയും വല്യപ്പയും മരണപ്പെട്ടവരാണ്. പലരുടെയും ഖബറാളികൾ ഈ ശ്മശാനത്തിലാണ്. റബ്ബേ അല്ലാ, ഈ വെള്ളിയാഴ്ച രാവ് നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാ നമ്മളിൽ മരണപ്പെട്ടു പോയ ഖബറാളികളിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ ഹസനാത്തിന്റെ ഏടുകൾ നിറക്കണേ അല്ലാ. സയ്യാത്തുകളൊക്കെ മായ്ച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സമയം വരെയും അവർ ഖബർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ അമാലുകളുടെ, ഈ ഇബാദത്തുകളുടെ പ്രതിഫലം കൊണ്ട് അവർക്ക് നീ ശിക്ഷയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. പടച്ചോനെ, നാം ചൊല്ലിയ ദിക്റും അല്ലാഹുവേ നാം ഓതിയ ഖുർആനും നമ്മുടെ പ്രിയപ്പെട്ട കാസിമി ഉസ്താദിന്റെ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയുടെ റൂഹിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, കഷ്ടപ്പെട്ട് ആ മാതാവ് വളർത്തി ഹാഫിളാക്കി, ആലിമാക്കി, പ്രാസംഗികനാക്കി, സമുദായത്തിന് ഉപകരിക്കുന്ന ആളാക്കിയില്ലേ അല്ലാ. അല്ലാഹുവേ, വലിയൊരു കർമ്മമായി അമലായി നീ സ്വീകരിക്കണേ അല്ലാ. സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന മകനാക്കിയത് അല്ലാഹുവേ, ആ മാതാവിനെ നീ തുണയാക്കണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹം കാരണമാണ് നാം ഇവിടെ നിന്ന് ദിക്റ് ചൊല്ലിയത്, ദുആ ചെയ്യുന്നത്. റഹ്മാനേ, ആ മാതാവിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. നല്ല മനസമാധാനം നൽകണേ അല്ലാ. നല്ല ക്ഷമ നൽകണേ അല്ലാ. ഒരു പ്രയാസവും കൂടാതെ ആ മരിച്ചു കിടക്കുന്ന മാതാവിൻ്റെ മുഖത്ത് പോയി ഒരു ഉമ്മ കൊടുക്കാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് സമയം യാത്ര ചെയ്ത് വേണം പോവാൻ. അല്ലാഹുവേ, യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. യാത്രക്കിടയിൽ ഒരു പ്രയാസവും നീ നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ, ഇതേപോലെ മുഅ്മിനീങ്ങളുടെ ദുആ കിട്ടുന്ന, ദിക്ർ കിട്ടുന്ന മയ്യിത്താക്കണേ അല്ലാ. പുഞ്ചിരിച്ച് മരിക്കുന്ന മയ്യിത്താക്കണേ അല്ലാ. മാതൃകാപരമായ മയ്യിത്താക്കണേ റബ്ബേ.